നമ്മുടെ നാട്ടിലിപ്പം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിൻ്റെ ആണെങ്കിലും റോഡിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ തെരുവിലെ വിളക്കുകളുടെ ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഇപ്പം എൻ്റെ ജനങ്ങളോട് പറഞ്ഞ സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതിനു മുന്നേ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഓരോ ദിവസവും പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരാതികളെല്ലാം അവർക്ക് വേണ്ടിയിട്ടെല്ലാം നിന്നുകൊണ്ട് അവരുടെ ഒരു ചിലവർക്ക് മകളെന്ന പോലെ ചിലവർക്ക് സഹോദരി എന്ന പോലെ ഞാൻ നിന്നുകൊണ്ട് അവരുടെ പ്രശ്നം ഞാൻ ഉറപ്പായിട്ടും പരിഹരിക്കുന്നതായിരിക്കും. കല്ലമ്പള്ളി റോഡാണ് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത്. അതോടൊപ്പം കുടിവെള്ളം. കാരണം കല്ലമ്പള്ളി റോഡിനെ സംബന്ധിച്ച് റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളും ഉണ്ട്. കുടിവെള്ളത്തിൻ്റെ പ്രശ്നം നിലവിലുണ്ട്. അപ്പം ആദ്യം വെള്ളവും റോഡും ശരിയാക്കണം. അതാണ് എൻ്റെ മെയിനായിട്ടുള്ള അജണ്ട എന്ന് പറയുന്നത്. വെള്ളത്തിൻ്റെ കാര്യത്തിലും റോഡിൻ്റെ കാര്യത്തിലും എൻ്റെ ജനങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള ഒരു രേഖ മുൻപേ തയ്യാറാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഞാൻ വെറുതെ ഇരുന്നിട്ടില്ല. സത്യപ്രതിജ്ഞയ്ക്ക് മുന്നേ പോലും ഞാൻ എന്തൊക്കെ വിവരാവകാശം എടുക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ നേരത്തെ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പ്രധാനമായി എനിക്കിപ്പോൾ കുടിവെള്ളത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ജനങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നതായിരിക്കും.